ടി.എൻ. ചന്ദ്രൻ ദിവസമൊന്നും ഞാൻ പറയാൻ പറ്റില്ല, അധികം വൈകാതെ തന്നെ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകും. ഈ മെമ്പർമാര് ശുദ്ധന്മാരാണ്, അവറ്റുകൾ പല പുതിയ ആളുകളാണ്. അവർക്ക് ഈ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലാണ് ഇപ്പോഴത്തെ ഈ വിവാദത്തിന് കാരണം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ കാര്യം വള്ളൂരിനെ പിന്തുണച്ച് നിർത്തുന്ന ടി.എൻ. ചന്ദ്രൻ DCC ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ നിൽക്കുകയാണ് ഈ വിഷയത്തിൽ എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഇതില് നിങ്ങൾക്ക് 15 ലക്ഷം രൂപ CPM തന്നു എന്നാണ് ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തന്നോ? എനിക്ക് ആരും പൈസ തന്നിട്ടില്ല. അതാ ഞാൻ അത് നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പൊ ഈ പറയുന്ന ഞാനൊരു പുണ്യാളനായിട്ടൊന്നും പറയുന്നതല്ല. നിങ്ങള് എന്നെ കുറിച്ചും പുണ്യാളനാണെന്ന് ഞാൻ സമർത്ഥിക്കല്ല, അത് ജനങ്ങളുള്ള നിശ്ചയിക്കണ്ടേ, തീരുമാനിക്കണ്ടേ. അപ്പൊ മറ്റൊരു പഞ്ചായത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം സ്വാധീനവും കാര്യങ്ങളുള്ളതാണല്ലോ. ഈ എന്നെ കുറിച്ചും ഈ ടി.എൻ. ചന്ദ്രനെ കുറിച്ചും ഈ അതുൽ കൃഷ്ണയെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇവരുടെ മുകളിലാണ് എന്റെ പേരുദോഷം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇവിടെ വന്നിട്ട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടാക്കുന്ന ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതെ, സ്വാഭാവികമായി നിയമ നടപടി സ്വീകരിക്കും. അത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുൽ കൃഷ്ണ പറഞ്ഞത് 15 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചു എന്നാണ്. മറ്റുള്ളവർ പറയുന്നത് പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെയൊക്കെ ഒരു അഴകുഴമ്പൻ ഇതാണ് പറഞ്ഞത്. ഈ അവര് 23-ാം തീയതി വരുമ്പോ LDF ചിത്രത്തിലില്ല. ഞാൻ ഇവരോട് വ്യക്തമായിട്ട് പറഞ്ഞു, BJP ആയിട്ടൊരു കൂട്ടിനില്ല. LDFിന് ഞാനിപ്പോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരണം, ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ അത് അവരെ സഹായിക്കുന്നത് BJP-യാ. അപ്പൊ അതിൽ ചേരാൻ പറ്റില്ല. പിന്നെ ഉള്ളത് LDF ആണ്. പഞ്ചായത്തിലെ ഏറ്റവും വലിയ കക്ഷി LDF ആണ്. അവരോടൊത്ത് സഹകരിക്കാൻ ഞാൻ സമ്മതം പറഞ്ഞു, അവരോട് ചേർന്ന്. അതിപ്പോ ഈ അതുൽ കൃഷ്ണയുടെ വാക്കുകളിൽ തന്നെ നമുക്കറിയാലോ, അവര് ജില്ലാ നേതൃത്വമായിട്ടും സംസ്ഥാന നേതൃത്വമായിട്ടും ഒരു ധാരണയിൽ എത്തിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കേട്ട പോലെ തന്നെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ ഇത് നേരത്തെ തന്നെ ഇവര് തമ്മിൽ ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ടി.എൻ. ചന്ദ്രൻ ദിവസമൊന്നും ഞാൻ പറയാൻ പറ്റില്ല, അധികം വൈകാതെ തന്നെ അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകും. അപ്പൊ കൂടെ അതായത് ഞാൻ ഉൾപ്പെട്ടിരുന്ന എന്റെ കക്ഷിയും അല്ലെങ്കിൽ ആ ഭാഗം 2 ഭാഗമുള്ളൂ. ആ ഇരിക്കുന്ന ഭാഗംകാര് എന്നെ തള്ളിപ്പോ അല്ല, ഈ 23-ാം തീയതിക്ക് ശേഷമാണ് എന്നോട് പറഞ്ഞല്ലോ, അവസാനം നീ പ്രസിഡന്റ് ആവില്ല, ഇങ്ങനെയാണ് ഇതാണ് നിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ നീ പ്രസിഡന്റ് ആവില്ല. അപ്പൊ പിന്നെ അവർ വേറെ ആളെ കണ്ടെത്തുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് ഉറപ്പുണ്ടല്ലോ, കാരണം ഈ 9-ഉം 4-ഉം 13 അവരുടെ കയ്യിലിരിക്കുക, ഇവിടെ 10-1 11 ഉള്ളൂ. അപ്പൊ നമ്മള് പരാജയം ഉറപ്പിച്ചിട്ട് തന്നെയായിരിക്കുന്നത്. ഈ രാജിക്കത്ത് മുഴുവൻ പേര് ഒപ്പിട്ട പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആ കത്ത് എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് വന്നത്? ഇത് 27-ാം തീയതി എന്നാണ് ഞാൻ കത്ത് ഇതിൽ തന്നെ ഞാനും മീഡിയയിൽ തന്നെയാണ് കണ്ടത്. അതിൽ 27-ാം തീയതി ഡേറ്റ് ഇട്ടേക്കണേ. 27-ാം തീയതി ഡേറ്റ് ഇട്ട് അത് DCC-ലേക്കല്ല അവരെത്തിച്ചത്, അവർ BJP-കാരുടെ കാൽക്കലാണ് വെച്ചത്. അങ്ങനെയാണ് സാധനം പുറത്തു വരുന്നത്. ഈ പറയുന്ന 8 പേരും ഒറ്റ മനസ്സോടുകൂടി ചന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഈ സത്യത്തിൽ ഈ മെമ്പർമാര് ശുദ്ധന്മാരാണ്, അവറ്റുകൾ പല പുതിയ ആളുകളാണ്. അവർക്ക് പലർക്കും ഇതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ടു. പുതിയ ആളുകളാണ്. ഇത് അകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണെന്ന് അവർക്ക് അറിയില്ല. രാജിയുടെ കാര്യമൊന്നും ഇതിൽ പല മെമ്പർമാർക്ക് അറിയില്ല. ഇത് ഒരു പരിധിവരെ സത്യം തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവുള്ളൂ. കാരണം അവരുടെ BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല, LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുള്ളൂ. BJP-കാർ സാധാരണ രീതിയിൽ എൻ്റെ മുൻ പരിചയമൊക്കെ വെച്ച് ഒന്നില്ലെങ്കിൽ അവർ ഇത് ബഹിഷ്കരിച്ചു പോകും, അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കും. അപ്പൊ അവര് 4 വോട്ടുണ്ടെങ്കിൽ ആ 4 വോട്ട് അവർക്ക് കിട്ടിയെന്ന് അവർ ഉറപ്പുവരുത്തും. ഇപ്രാവശ്യം അവരുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അവര് അത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഇവര് ആരൊക്കെയാണ് ഇവരെ ഇതിനു വേണ്ടി ഇടപെട്ടിട്ടുള്ളത്, ആരാണ് ഇതിൽ ഇടം നിന്നതെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ സ്വതന്ത്രനായി ജയിച്ച ആളായതുകൊണ്ട് ഇടതുപക്ഷമായി UDF-ഉമായിട്ട് ബന്ധം ഞാൻ അവസാനിപ്പിച്ചു. കാരണം ഈ BJP-യോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ എടുത്ത തീരുമാനമാണ് ഇടതുപക്ഷമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്.
ഇല്ല 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 ഇല്ല, അവരാണ് എന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത്. താങ്കൾക്ക് ഇതിനുള്ള ആക്ഷേപം എന്ന് പറയുന്നത് ഈ ടി.എം. ചന്ദ്രൻ എന്ന് പറയുന്ന ആള് നിർത്തിയ വിമതരിൽ ഒരാളാണെന്ന് താങ്കളാണ് ആക്ഷേപമുള്ളത്. കോൺഗ്രസ് CPM-ലേക്ക് പോകാനാണ് നടപടി എടുത്തതെന്ന ആക്ഷേപം. വിമതർ എന്ന് പറയുന്നതിന്റെ നിർവചനം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. ഞാൻ എന്റെ നോമിനേഷൻ കണ്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്വതന്ത്രൻ സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിമതരൻ എന്ന് പറയോ എനിക്കറിയില്ല. അവരെ സ്വതന്ത്രം തന്നെയല്ലേ പറയും. അല്ല, വിമതരൻ എന്ന് പറഞ്ഞാലേ നമ്മൾ കൈപ്പത്തി ചിഹ്നം ആവശ്യപ്പെട്ടുകൊണ്ട് ROക്ക് നമ്മൾ നോമിനേഷൻ കൊടുക്കുമ്പോൾ അത് വേറൊരാളുണ്ടെങ്കിൽ ആരാണോ ജില്ലാ കമ്മിറ്റിയുടെ കത്ത് വന്നിട്ടുള്ളത് ആ ആളെ പരിഗണിച്ചിട്ട് മറ്റേ സ്വതന്ത്രനാക്കും. അങ്ങനെ കൈപ്പത്തി ചോദിച്ചിട്ട് സ്വതന്ത്രനായ ആളെയാണ് വിമതൻ എന്ന് പറയാ. അല്ലാണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളെ ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബന്ധമില്ല, ഒരു കക്ഷിയായിട്ട് ബന്ധമില്ല.